ഇന്ന് നമ്മൾ വളരെ ഭീകരമായ ഒരു സംഭവത്തെക്കുറിച്ചാണ് അറിയാൻ പോകുന്നത്. 2019 തമിഴ്നാട്. അവിടെ താമസിക്കുന്ന സ്ത്രീയായിരുന്നു സന്ധ്യ. അവൾ ഭർത്താവ് ബാലകൃഷ്ണനോടൊപ്പം താമസിക്കുകയായിരുന്നു. ഇവർക്ക് 2 മക്കൾ, ഒരു മകനും ഒരു മകളും. സന്ധ്യയുടെ ഭർത്താവിന്റെ അമ്മയും ഭർത്താവിന്റെ സഹോദരനും സഹോദരന്റെ ഭാര്യയും അതേ വീട്ടിൽ തന്നെയായിരുന്നു താമസം. സന്ധ്യയുടെ മാതാപിതാക്കൾ സാമ്പത്തികമായി വലിയ ബുദ്ധിമുട്ടിലായിരുന്നവരായിരുന്നു. അതിനാൽ സന്ധ്യ 7ാം ക്ലാസ് വരെ മാത്രമേ പഠിച്ചുള്ളൂ. സ്വഭാവത്തിൽ സന്ധ്യ വളരെ നല്ലവളായിരുന്നു. എല്ലാവരോടും വിനയത്തോടും ആദരവോടും പെരുമാറുന്ന ഒരു സ്ത്രീ. ചെറുപ്പം മുതലേ തന്നെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു വലിയ കാര്യം ചെയ്യണം, വിജയകരമായ ഭാവി സ്വന്തമാക്കണം എന്നൊക്കെയായിരുന്നു അവളുടെ ആഗ്രഹം. പക്ഷേ കുടുംബത്തിന്റെ സാമ്പത്തിക അവസ്ഥ മോശമായതിനാൽ ആ സ്വപ്നങ്ങൾ സാധ്യമാകാതെ പോയി. സന്ധ്യയ്ക്ക് 16 വയസ്സായപ്പോൾ അവളെ ബാലകൃഷ്ണനുമായി വിവാഹം കഴിപ്പിച്ചു. ഇരുവർക്കും ഇടയിൽ 14 വർഷത്തെ ഒരു പ്രായവ്യത്യാസം ഉണ്ടായിരുന്നു. ബാലകൃഷ്ണൻ ഒരു രാഷ്ട്രീയ പ്രവർത്തകനും സിനിമ സംവിധായകനും നിർമ്മാതാവുമായിരുന്നു. വിവാഹത്തിന് ശേഷം സന്ധ്യ ശ്രദ്ധിച്ചത് ഭർത്താവ് ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ഒരാളായിട്ടായിരുന്നു. അതിൽ അവൾക്ക് ഒരു രാഷ്ട്രീയ താല്പര്യം ഉണർത്തി. പിന്നീട് ബാലകൃഷ്ണൻ രാഷ്ട്രീയം വിട്ട് പൂർണ്ണമായും സിനിമാ രംഗത്ത് ശ്രദ്ധ കേന്ദ്രീകരിച്ചു. എന്നാൽ സന്ധ്യയ്ക്ക് രാഷ്ട്രീയ താല്പര്യം തുടർന്നുണ്ടായിരുന്നു. അതിന്റെ ഫലമായി അവൾ ഒരു മുനിസിപ്പൽ തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി മത്സരിച്ചു. ശക്തമായി തന്നെ പ്രചാരണം നടത്തി. ഭർത്താവും പൂർണ്ണ പിന്തുണ നൽകി. എന്നിരുന്നാലും ആ തിരഞ്ഞെടുപ്പിൽ അവൾ പരാജയപ്പെട്ടു. അതിനുശേഷം ബാലകൃഷ്ണൻ സന്ധ്യയുടെ പേരിൽ തന്നെ ഒരു സിനിമാ നിർമ്മാണം ആരംഭിച്ചു. തന്റെ എല്ലാ സേവിങ്സും കൈവശമുണ്ടായിരുന്ന പണവും എല്ലാം അദ്ദേഹം ആ സിനിമയിൽ നിക്ഷേപിച്ചു. സിനിമ അദ്ദേഹം തന്നെ സംവിധാനം ചെയ്ത് നിർമ്മിക്കുകയും ചെയ്തു. പക്ഷെ സിനിമ റിലീസായപ്പോൾ അത് പൂർണ്ണ പരാജയമായിരുന്നു. ഒരേയൊരു സിനിമ മാത്രമാണ് അദ്ദേഹം ചെയ്തത്. കാരണം പിന്നീട് അദ്ദേഹത്തിന് ഒരു പൈസ പോലും ശേഷിച്ചിരുന്നില്ല. സിനിമയിൽ നിക്ഷേപിച്ച മുഴുവൻ പണവും നഷ്ടമായി. ഇതിനുശേഷം ബാലകൃഷ്ണൻ ചെന്നൈയിലേക്ക് പോയി. അവിടെ ഒരു പ്രശസ്ത സംവിധായകന്റെ കീഴിൽ അസിസ്റ്റന്റ് ഡയറക്ടറായി ജോലി ചെയ്യാൻ തുടങ്ങി. അവിടെ താമസിച്ചിരുന്നെങ്കിലും ഇടയ്ക്കിടെ വീട്ടിൽ വന്ന് അമ്മയെയും ഭാര്യയെയും കുട്ടികളെയും കണ്ടുപോകാറുണ്ടായിരുന്നു. ഇപ്പോഴാണ് സന്ധ്യയ്ക്കും അഭിനയത്തിൽ ഒരിഷ്ടം തോന്നി തുടങ്ങിയത്. സന്ധ്യയെക്കുറിച്ച് പറയുകയാണെങ്കിൽ കാണാൻ ഭംഗിയുള്ളവളും അഭിനയിക്കാൻ കഴിവുള്ളവളുമായിരുന്നു. അതുകൊണ്ട് അഭിനയ രംഗത്തും ഒരു ഭാഗ്യ പരീക്ഷണം നടത്താൻ തീരുമാനിച്ചു. ഭർത്താവിനൊപ്പം ചെന്നൈയിൽ താമസിക്കാൻ പോയി. അവിടെ അവൾക്ക് ചില പരസ്യങ്ങളിലും ടെലിവിഷൻ സീരിയലുകളിലും ചില സിനിമകളിലും അവസരം ലഭിച്ചു. തുടക്കത്തിൽ കുറച്ച് ജോലി കിട്ടിയെങ്കിലും പിന്നീട് ഈ അവസരങ്ങളൊക്കെ നിലച്ചുപോയി. അതിനാൽ അവൾ വീണ്ടും ഭർത്താവിന്റെ വീട്ടിലേക്ക് മടങ്ങി. സന്ധ്യയ്ക്ക് സ്വന്തം മാതാപിതാക്കളുടെ വീട്ടിൽ പോകണം എന്ന ആഗ്രഹമൊക്കെയുണ്ട്. അവളുടെ മകൻ ഒരു ഹോസ്റ്റലിൽ താമസിച്ച് പഠിക്കുകയാണ്. മകൾ അമ്മായിയമ്മയോടൊപ്പം ഭർത്താവിന്റെ വീട്ടിലായിരുന്നു താമസം. 2019 ജനുവരി മാസം 15 തമിഴ്നാട്ടിൽ ഈ ദിവസം അത്രമേൽ പ്രശസ്തമായ ഒരു ഉത്സവം ആഘോഷിക്കുന്നുണ്ട്, പൊങ്കൽ. 4 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവം. വലിയ ആവേശത്തോടു കൂടി എല്ലാവരും അത് ആഘോഷിച്ചു. അന്ന് സന്ധ്യ മാതാപിതാക്കളുടെ വീട്ടിലായിരുന്നു. ബാലകൃഷ്ണൻ ചെന്നൈയിലായിരുന്നു. ഉത്സവം ഒരുമിച്ച് ആഘോഷിക്കണമെന്ന് ഇരുവരും തീരുമാനിച്ചിരുന്നു. അതിനാൽ സന്ധ്യ ചെന്നൈയിലേക്ക് പോയി ഭർത്താവിനോടൊപ്പം ചേർന്നു. കുറച്ച് പണവും കൈവശം ഉണ്ടായിരുന്നു. ചെന്നൈയിൽ തന്നെ താമസിച്ചിട്ട് സീരിയലുകളിലോ സിനിമകളിലോ വീണ്ടും അവസരം തേടാം എന്നവൾ കരുതി. ബാലകൃഷ്ണനും സന്ധ്യയ്ക്ക് ചില ചെറിയ റോളുകളൊക്കെ വാങ്ങിക്കൊടുക്കാൻ സഹായിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ ഉത്സവം ഭർത്താവിനോടൊപ്പം ആഘോഷിച്ചു. ഉത്സവം കഴിഞ്ഞ് ജനുവരി മാസം 19-ാം തീയതി അന്ന് സന്ധ്യ മാതാപിതാക്കളുടെ വീട്ടിലേക്ക് തിരികെ മടങ്ങാൻ തീരുമാനിച്ചു. അവൾ തന്റെ ബാഗെല്ലാം എടുത്ത് പുറപ്പെട്ടു. പക്ഷേ അവൾ മാതാപിതാക്കളുടെ വീട്ടിൽ എത്തിയില്ല. ജനുവരി മാസം 19 അങ്ങനെ കടന്നുപോയി. തുടർന്ന് ജനുവരി 20. 2 ദിവസമായിട്ടും സന്ധ്യയെക്കുറിച്ച് യാതൊരു വിവരവും ലഭിക്കാതിരുന്നതിനാൽ അവളുടെ അമ്മയ്ക്ക് കടുത്ത ആശങ്ക തോന്നി. മകൾ ഒന്ന് വിളിച്ചതുപോലുമില്ല. അതുകൊണ്ട് അവർ ബാലകൃഷ്ണനെ വിളിച്ച് സന്ധ്യ ഇപ്പോഴും വീട്ടിലെത്തിയിട്ടില്ല എന്ന് അറിയിച്ചു. ഇത് കേട്ട ബാലകൃഷ്ണനും അതീവ ആശങ്കയിലായി. ജനുവരി 19-ാം തീയതി സന്ധ്യ ചെന്നൈയിൽ നിന്നും സ്വന്തം വീട്ടിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞവൾ പുറപ്പെട്ടു. അതിനുശേഷം അവളെ വിളിക്കാൻ ശ്രമിച്ചെങ്കിലും ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. ഇപ്പൊ കുടുംബത്തിലെ എല്ലാവരും സന്ധ്യ എവിടെയെന്ന് അറിയാത്ത ഭയത്തിലും ആശങ്കയിലുമായിരുന്നു. അങ്ങനെ 2019 ജനുവരി മാസം 21 എത്തി. ചെന്നൈയിൽ ഒരു വലിയ ഡംപിംഗ് യാർഡ് ഉണ്ടായിരുന്നു. ഒരു ദിവസം രാവിലെ അവിടെ തൊഴിലാളികൾ ജോലി ചെയ്യുന്നതിനിടെ ഒരാൾക്ക് എന്തോ അസാധാരണമായ ഒരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടു. അയാൾ അടുത്തേക്ക് ചെന്ന് നോക്കിയപ്പോൾ ഒരു പ്ലാസ്റ്റിക് ബാഗിൽ നിന്ന് ഒരു മനുഷ്യന്റെ കൈ പുറത്തേക്ക് കിടക്കുന്നത് കണ്ടു. ഇത് കണ്ട ഉടൻ തന്നെ ആളുകൾ ഭയന്ന് ഉടനെ പോലീസിനെ വിവരം അറിയിച്ചു. പോലീസ് സ്ഥലത്തെത്തിയപ്പോൾ ആ ബാഗിനുള്ളിൽ ഒരാളുടെ 2 കാലുകളും ഒരു വലത് കൈയും ഉണ്ടായിരുന്നു. ഇത് കണ്ടപ്പോൾ പോലീസ് തന്നെ ഞെട്ടിപ്പോയി. ഈ ശരീരഭാഗങ്ങൾ ആരുടേതാകാമെന്ന ചിന്തയായിരുന്നു അവർക്ക്. അങ്ങനെ അന്വേഷണം തുടരുന്നതിനിടെ തന്നെ അടുത്ത മറ്റൊരു പ്രദേശത്തു നിന്നും പോലീസിന് മറ്റൊരു ഫോൺ കോൾ ലഭിച്ചു. പോലീസ് അവിടെ എത്തിയപ്പോൾ മറ്റൊരു മൃതദേഹം കണ്ടെത്തി. പക്ഷേ ആ ശരീരത്തിന് കൈകൾ ഇല്ലായിരുന്നു. അങ്ങനെ ഇപ്പോൾ പോലീസിന് 4 ഭാഗങ്ങൾ കിട്ടി.
ശരീരത്തിന്റെ നടുവ്, അതായത് ടോർസോ, 2 കാലുകളും 2 കൈയും. ഈ ഭാഗങ്ങളെല്ലാം ശേഖരിച്ച് പോലീസ് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ അയച്ചു. ഇത് വളരെ ഗുരുതരമായ കേസാണെന്നും പൂർണ്ണ ശരീരം ലഭിക്കാതെ ഭാഗങ്ങൾ മാത്രമാണ് കണ്ടെത്തിയതെന്ന് മനസ്സിലായപ്പോൾ നിരവധി മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരെയും ഈ അന്വേഷണ സംഘത്തിൽ ഉൾപ്പെടുത്തി വിശദമായൊരു അന്വേഷണം ആരംഭിച്ചു. ആദ്യം ഫോറൻസിക് റിപ്പോർട്ടിൽ നിന്നും വ്യക്തമായത് മൃതദേഹം ഏകദേശം 2 ദിവസത്തോളം പഴക്കമുള്ളതാണ്, അതിൽ കൂടുതൽ പഴക്കമില്ല എന്നുള്ളതുമായിരുന്നു. തുടർന്ന് പോലീസ് ഈ മാലിന്യങ്ങളിടുന്ന സ്ഥലത്ത് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. അവിടെ കൊണ്ടുവന്ന മാലിന്യങ്ങളും മാലിന്യ വാഹനങ്ങളും പരിശോധിച്ചു. ഏത് പ്രദേശങ്ങളിൽ നിന്ന് ഏത് സമയത്താണ് മാലിന്യം എത്തിച്ചത് എന്ന് കണ്ടെത്താൻ ശ്രമിച്ചു. ഈ വിവരങ്ങളെല്ലാം ചെന്നൈയിലെ എല്ലാ പോലീസ് സ്റ്റേഷനിലേക്കും കൈമാറി. ഏതെങ്കിലും സ്റ്റേഷനുകളിൽ കാണാതായ ആളുകളുടെ പരാതി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്നും ഉണ്ടെങ്കിൽ എത്ര ദിവസം പഴക്കമുണ്ടെന്നും എല്ലാം പരിശോധിച്ചു. ഈ എല്ലാ വിവരങ്ങളും വളരെ സൂക്ഷ്മമായി വിലയിരുത്തി. ഫോറൻസിക് റിപ്പോർട്ടിൽ നിന്നും മറ്റൊരു പ്രധാനപ്പെട്ട വിവരം പുറത്തു വന്നു. മൃതദേഹം 35 മുതൽ 40 വയസ്സ് വരെ പ്രായമുള്ള ഒരു സ്ത്രീയുടേതാണെന്ന് സ്ഥിരീകരിച്ചു. അവളുടെ കൈകളിൽ 2 ടാറ്റു ഉണ്ടായിരുന്നു. കൂടാതെ ഒരു കൈയിൽ ഒരു വളയും ധരിച്ചിരുന്നു. ഈ ടാറ്റു തിരിച്ചറിയലിന് സഹായകമാകുമെന്ന് പോലീസിന് അറിയായിരുന്നു. ഈ സ്ത്രീ ആരാണെന്ന് കണ്ടെത്താനായി പോലീസ് ചെന്നൈ മുഴുവനും അന്വേഷണം ശക്തമാക്കി. സമീപ പ്രദേശങ്ങളിലേക്കും ഈ വിവരമെല്ലാം വ്യാപിച്ചു. നഗരമാകെ അടുത്തുള്ള പട്ടണങ്ങളിലും പോസ്റ്ററുകൾ പതിപ്പിച്ചു. 35-40 വയസ്സുള്ള ഏതെങ്കിലും സ്ത്രീ കാണാതായിട്ടുണ്ടോ എന്നും അത്തരം പരാതികൾ നൽകിയിട്ടുണ്ടോ എന്നും എല്ലാവരോടും ചോദിച്ചു. ഇതോടൊപ്പം തന്നെ പോലീസ് ഈ ഡംപിംഗ് യാർഡും വളരെ സൂക്ഷ്മമായി പരിശോധിച്ചു. മറ്റേതെങ്കിലും ശരീരഭാഗങ്ങളോ തെളിവുകളോ ലഭിക്കുമോ എന്നുള്ളതായിരുന്നു അവരുടെ ശ്രമം. എന്നാൽ ഇത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നു. മറ്റേതെങ്കിലും ശരീരഭാഗങ്ങളോ തെളിവുകളോ ലഭിക്കും എന്നതായിരുന്നു അവരുടെ ഒരു പ്രതീക്ഷ. മറ്റേതെങ്കിലും ശരീരഭാഗങ്ങളോ തെളിവുകളോ ലഭിക്കുമോ എന്നതായിരുന്നു അവരുടെ ശ്രമം. എന്നാൽ അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. കാരണം ആ ഒരു മാലിന്യ സ്ഥലം അത്ര വലുതായിരുന്നു. ഓരോ ദിവസവും വലിയ അളവിൽ മാലിന്യം അവിടെ എത്തിക്കൊണ്ടിരുന്നു. ഇതിനിടെ ഫോറൻസിക് സംഘം കൂടുതൽ പരിശോധനകൾ നടത്തി. സ്ത്രീയെ കുറച്ച് ദിവസം മുൻപ് കൊലപ്പെടുത്തിയതാണെന്നും കൊലപാതകം ജനുവരി മാസം 19 അല്ലെങ്കിൽ 20-നാണ് നടന്നത് എന്നുമാണ് അവരുടെ റിപ്പോർട്ട്. പല ദിവസങ്ങൾ കടന്നുപോയെങ്കിലും യാതൊരു ഉറച്ച തെളിവും ലഭിച്ചില്ല. ചെന്നൈ മുഴുവൻ പോസ്റ്ററുകൾ പതിപ്പിച്ചിട്ടും ഈ സ്ത്രീ ആരാണെന്ന് ആരെക്കൊണ്ടും തിരിച്ചറിയാൻ സാധിച്ചില്ല. ഡംപിംഗ് യാർഡിലെ CCTV ദൃശ്യങ്ങളും പരിശോധിച്ചു. സംശയാസ്പദമായി ആരെങ്കിലും എത്തിയിട്ടുണ്ടോ എന്ന് പരിശോധിച്ചെങ്കിലും അത്തരം ഒരു വിവരവും ലഭിച്ചില്ല. അവിടെ ജോലി ചെയ്തിരുന്ന തൊഴിലാളികളെയും ചോദ്യം ചെയ്തു. ആരെങ്കിലും സംശയാസ്പദമായ എന്തെങ്കിലും ചുമന്നുകൊണ്ട് വന്നിട്ടുണ്ടോ എന്നും അന്വേഷിച്ചു. പക്ഷേ അവരങ്ങനെ ഒന്നും കണ്ടിട്ടേ ഇല്ല എന്നാണ് പറഞ്ഞത്. അവർ നൽകിയ വിവരങ്ങളൊന്നും ഈ കേസുമായി പൊരുത്തപ്പെട്ടില്ല. ഇങ്ങനെ ദിവസങ്ങൾ കടന്നുപോയെങ്കിലും പോലീസിന് യാതൊരു തെളിവും കണ്ടെത്താനായില്ല. അങ്ങനെ 2019 ഫെബ്രുവരി മാസം 5 എത്തി. ഇപ്പോഴത്തേക്കും യാതൊരു ലീഡും ഇല്ല. ആ സ്ത്രീ ആരാണെന്നത് അജ്ഞാതമായി തുടരുകയായിരുന്നു. അതേസമയം സന്ധ്യയുടെ കുടുംബം അതീവ ആശങ്കയിലായിരുന്നു. സന്ധ്യ എവിടെയാണെന്ന് ആർക്കും അറിയില്ല. അവളെ കോണ്ടാക്ട് ചെയ്യാനും സാധിക്കുന്നില്ല. ഒടുവിൽ സന്ധ്യയുടെ അമ്മ സ്വന്തം പ്രദേശത്തെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് മകൾ കാണാതായി എന്നൊരു പരാതി നൽകി. കഴിഞ്ഞ 2 ആഴ്ചയായി മകളെക്കുറിച്ച് ഒരു വിവരവും ലഭിച്ചിട്ടില്ല എന്നും പറഞ്ഞു. സന്ധ്യ ഒരിക്കലും ഇങ്ങനെ പെരുമാറുന്ന ഒരു സ്ത്രീ അല്ല. പതിവായി മകളുമായി സംസാരിക്കാറുണ്ട്. എന്നാൽ കഴിഞ്ഞ 2 ആഴ്ചയായി ഒരു ഫോൺ കോളോ മെസ്സേജോ ഒന്നും തന്നെ ഇല്ല എന്നവർ പറഞ്ഞു. ആരെയും അവൾ കോണ്ടാക്ട് ചെയ്തിട്ടില്ല. അവൾ എവിടെയാണെന്ന് ആർക്കും അറിയില്ല. സന്ധ്യയുടെ അമ്മ ഇങ്ങനെ പരാതി നൽകാൻ പോലീസ് സ്റ്റേഷനിൽ എത്തിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഈ സംഭവത്തെക്കുറിച്ച് ഇതിനകം തന്നെ അറിവുണ്ടായിരുന്നു. അവർ ഉടൻ തന്നെ പരാതി രജിസ്റ്റർ ചെയ്തു. തുടർന്ന് ചെന്നൈയിലെ പോലീസ് ഉദ്യോഗസ്ഥരുമായി സംസാരിക്കാനുള്ള ഒരു സൗകര്യം ഒരുക്കി. ഇപ്പൊ ചെന്നൈയിലെ പോലീസ് അധികാരികൾ സന്ധ്യയുടെ അമ്മയോട് പറഞ്ഞു, ഞങ്ങൾക്കൊരു മൃതദേഹം ലഭിച്ചിട്ടുണ്ട്. അത് നിങ്ങളുടെ മകളുടേതാണോ എന്ന് തിരിച്ചറിയാൻ ചെന്നൈയിലേക്ക് വരണമെന്ന് ആവശ്യപ്പെട്ടു. ഇത് കേട്ട ഉടൻ തന്നെ സന്ധ്യയുടെ അമ്മ ഭീതിയിലും ഞെട്ടലുമായി. എന്താണ് സംഭവിച്ചതെന്ന് പോലും മനസ്സിലാകാതെ അങ്ങനെ കുടുംബത്തോടൊപ്പം അവർ ചെന്നൈയിലേക്ക് യാത്രയായി. ചെന്നൈയിലെത്തിയപ്പോൾ പോലീസ് അവരെ മൃതദേഹം സൂക്ഷിച്ചിരുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയി. സ്ത്രീയുടെ കയ്യിലെ വളയും ടാറ്റൂയും കണ്ടപ്പോൾ തന്നെ അത് തന്റെ മകൾ സന്ധ്യയാണെന്ന് അവർ തിരിച്ചറിഞ്ഞിരുന്നു. സന്ധ്യയുടെ അമ്മയും മറ്റു കുടുംബാംഗങ്ങളെല്ലാം അവിടെ ഉണ്ടായിരുന്നു. കുടുംബം പോലീസിന് കാണിച്ച ഫോട്ടോയിലൂടെ ഈ ടാറ്റൂവും മൃതദേഹത്തിലെ ടാറ്റൂവും ഒരുപോലെ ആയതിനാൽ പോലീസിനും അത് സന്ധ്യ തന്നെയാണെന്ന് ഉറപ്പായി. എങ്കിലും ഔദ്യോഗികമായി സ്ഥിരീകരിക്കാൻ DNA പരിശോധന നിർബന്ധമായിരുന്നു. അതുകൊണ്ട് അമ്മയുടെ സാമ്പിളുകളും സ്വീകരിച്ചു. പക്ഷെ റിപ്പോർട്ട് ലഭിക്കാൻ ഒരല്പം വൈകി. പക്ഷെ പോലീസ് ഏറെക്കുറെ ഉറപ്പിച്ചിരുന്നു ഇത് സന്ധ്യ തന്നെയാണെന്ന്. തുടർന്ന് പോലീസ് അന്വേഷണം ആരംഭിച്ചു. ആരാണ് സന്ധ്യയെ കൊലപ്പെടുത്തിയത് എന്നും എന്തിനാണിത് സംഭവിച്ചതെന്നും കണ്ടെത്താനായി. അങ്ങനെ ആദ്യമായി സന്ധ്യയുടെ അമ്മയെ ചോദ്യം ചെയ്തു. അവർ പറഞ്ഞത്
ജനുവരി മാസം 15-ന് സന്ധ്യ കുറച്ച് പണവുമായി ചെന്നൈയിലേക്ക് പോയതാണ്. അവളുടെ ഭർത്താവ് ബാലകൃഷ്ണനുമായി താമസിക്കുകയായിരുന്നു. ആ ഒരു പൊങ്കൽ ഒരുമിച്ച് ആഘോഷിക്കാനായിരുന്നു അവൾ പോയത്. സന്ധ്യ ഏകദേശം 75,000 രൂപ കൈവശം എടുത്തിരുന്നു. TV സീരിയലുകളിലോ സിനിമകളിലോ ജോലി തേടാൻ ആ പണം വേണ്ടിവരുമെന്നവൾ കരുതി. കൂടാതെ ഭർത്താവായ ബാലകൃഷ്ണൻ വിളിച്ചിട്ട് ഒരു റോൾ ഇവിടെ റെഡിയാണ്, ഉടൻ തന്നെ വരണമെന്നും ഒരു സിനിമ അവസരമുണ്ടെന്നും സന്ധ്യയോട് പറഞ്ഞതായി അമ്മ പറഞ്ഞു. സന്ധ്യ ചെന്നൈയിലെത്തിയതിനു ശേഷം കുടുംബവുമായി സംസാരിച്ചിരുന്നു. എന്നാൽ ജനുവരി മാസം 19-ന് ശേഷം ഒരിക്കൽ പോലും അവൾ ഫോൺ എടുത്തിട്ടില്ല. സന്ധ്യയുടെ കൈവശം വലിയൊരു തുക ഉണ്ടായിരുന്നു. ഉടൻ തിരികെ വരാൻ അവൾ ഒരിക്കലും ഉദ്ദേശിച്ചിരുന്നില്ല എന്നും അമ്മ പറഞ്ഞു. പക്ഷേ ജനുവരി മാസം 19-ന് സന്ധ്യ താൻ മടങ്ങി വരാൻ ആഗ്രഹിക്കുന്നുവെന്ന് അമ്മയോട് പറഞ്ഞു. ഇത് അമ്മയെ അതിശയിപ്പിച്ചു. കാരണം സിനിമാ രംഗത്ത് ഭാഗ്യം പരീക്ഷിക്കാൻ കുറച്ചു ദിവസം അവിടെ താമസിക്കുമെന്നായിരുന്നു സന്ധ്യ മുമ്പ് പറഞ്ഞിരുന്നത്. വെറും 4 ദിവസത്തിനുള്ളിൽ തിരികെ വരാൻ തീരുമാനിച്ചതാണ് അമ്മയ്ക്ക് സംശയകരമായി തോന്നിയത്. പിന്നീട് ഫോൺ വിളിക്കുമ്പോഴെല്ലാം സന്ധ്യയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നുവെന്നും അമ്മ പറഞ്ഞു. ഇതോടെ പോലീസിന് ഒരു സംശയം തോന്നി. പ്രത്യേകിച്ച് ഇങ്ങനെ സമയം കടന്നു പോകും തോറും അവർ ബാലകൃഷ്ണനെയാണ് സംശയം തോന്നിയത്. ഇതിനിടെ ഈ ഒരു കേസ് മാധ്യമങ്ങളിൽ വാർത്തയായതോടെ ചെന്നൈ മുഴുവനും ആളുകൾ ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ തീരുമാനിച്ചു. പക്ഷെ ഇതൊന്നും അറിയാത്തതുപോലെയായിരുന്നു ബാലകൃഷ്ണൻ പെരുമാറിയത്. സന്ധ്യയെക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുമോ? ആരെങ്കിലും അവളെ കണ്ടിട്ടുണ്ടോ? അവളുടെ ടാറ്റു ആരെങ്കിലും ശ്രദ്ധിച്ചോ? ഇതൊന്നും അന്വേഷിക്കാൻ ബാലകൃഷ്ണൻ ഒരിക്കൽ പോലും പോലീസിനെ സമീപിച്ചിരുന്നില്ല. ഇതാണ് പോലീസിന് ഏറ്റവും സംശയകരമായി തോന്നിയത്. ഇത്രയും ദിവസമായി ഭാര്യ കാണാതായി. ഒരു പ്രാവശ്യം പോലും അയാൾ പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ടില്ല. കാണാതായ വ്യക്തിയുടെ പരാതിയും അദ്ദേഹം നൽകിയിരുന്നില്ല. സന്ധ്യയുടെ അമ്മയും തുറന്നു പറഞ്ഞത് തന്നെയാണ്, തനിക്ക് ബാലകൃഷ്ണനെയാണ് സംശയമെന്ന്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ബാലകൃഷ്ണൻ താമസിച്ചിരുന്ന വീട്ടിലേക്ക് പോയി. അവിടെ അദ്ദേഹം കുറച്ച് സുഹൃത്തുക്കളോടൊപ്പമായിരുന്നു താമസിച്ചിരുന്നത്. രാത്രി ഏകദേശം 10:30ഓടെയാണ് പോലീസ് അവിടെ എത്തിയത്. പോലീസിനെ കണ്ട ഉടൻ തന്നെ ബാലകൃഷ്ണന്റെ സ്വഭാവം ഒരല്പം അസാധാരണമായി മാറി. പോലീസ് ചോദ്യം ചെയ്യുന്നതിനിടെ അടുത്ത 3 മാസം ഞാൻ പോലീസ് സ്റ്റേഷനിലോ ജയിലിലോ ആയിരിക്കുമെന്ന് അയാൾ പറയുന്നത് പോലീസ് ശ്രദ്ധിച്ചു. കൂടാതെ പോലീസിന്റെ മുന്നിൽ വെച്ച് തന്നെ തന്റെ വസ്ത്രങ്ങൾ ബാഗിൽ പാക്ക് ചെയ്യാൻ തുടങ്ങി. എന്നിട്ട് ബാഗും തൂക്കി പോകാൻ തയ്യാറാവുകയായിരുന്നു. പോലീസ് ബാലകൃഷ്ണനെ കൂട്ടിക്കൊണ്ടു പോയെങ്കിലും അയാളുടെ മുഖത്ത് ഭയമോ ആശങ്കയോ ഒന്നും കാണാനില്ല. ഉത്കണ്ഠയോ യാതൊരു അസ്വസ്ഥതയോ ഒന്നും തന്നെ ഇല്ലായിരുന്നു. വളരെ ശാന്തനായി, ഒരു പരിധിവരെ സന്തോഷവാനെ പോലെ തോന്നി. പുറപ്പെടുന്നതിന് മുൻപ് വാടകയ്ക്ക് താമസിച്ചിരുന്ന വീട്ടുടമയോട് അദ്ദേഹം പറഞ്ഞു, ഞാൻ പോലീസിനൊപ്പം പോവുകയാണ്. എന്റെ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും വിളിച്ചാൽ ഞാൻ ജയിലിലാണെന്ന് അറിയിക്കണം. പിന്നീട് പോലീസ് ഈ വീട്ടുടമയോട് ബാലകൃഷ്ണന്റെ സ്വഭാവത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഉടമ പറഞ്ഞത് ബാലകൃഷ്ണൻ വളരെ ശാന്തനും വിനയമുള്ളവനുമാണ്. രാവിലെ വളരെ ശാന്തമായി പോകും, വൈകുന്നേരം തിരികെ വരും, ആരുമായി വഴക്കിടാറില്ല, എല്ലാവരോടും സൗഹൃദത്തോടും മാന്യമായും പെരുമാറുന്ന ഒരു വ്യക്തി. ഇത്തരമൊരു കുറ്റകൃത്യം അദ്ദേഹം ചെയ്തിരിക്കാനുള്ള സാധ്യതയേ ഇല്ല. താനതിൽ വിശ്വസിക്കുന്നില്ല എന്നും ആരെയും ഉപദ്രവിക്കുന്ന ഒരു സ്വഭാവം അദ്ദേഹത്തിന് ഇല്ലായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ബാലകൃഷ്ണനെതിരെ ആരും അങ്ങനെ ഒരു പരാതി പോലും പറഞ്ഞിട്ടില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വീട്ടുടമ സന്ധ്യയെയും കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. ബാലകൃഷ്ണനോടൊപ്പം അവൾ ഇവിടെ താമസിച്ചിരുന്നുവെന്നും 2 ദിവസം മാത്രം ഇവിടെ നിന്ന ശേഷം മാത്രമാണ് അവൾ പോയതെന്നും പറഞ്ഞു. താൻ കരുതിയത് അവൾ മാതാപിതാക്കളുടെ വീട്ടിലേക്ക് മടങ്ങിയതാകാമെന്നായിരുന്നു. ബാലകൃഷ്ണന്റെ ഇളയ സഹോദരനും പറഞ്ഞു തന്റെ സഹോദരനെ കള്ളക്കേസിൽ കൊടുക്കാൻ ശ്രമിക്കുകയാണ് എന്ന്. സന്ധ്യ പലപ്പോഴും പുറത്തേക്ക് പോകാറുണ്ടായിരുന്നുവെന്നും വിവാഹമോചനത്തിന് അപേക്ഷ നൽകിയിരുന്നതിനാൽ അവൾ അമ്മയുടെ വീട്ടിലാണ് താമസിച്ചിരുന്നത് എന്നും ഈ സഹോദരൻ പോലീസിനോട് പറഞ്ഞു. ഇത് പോലീസിന് പുതുതായി ലഭിച്ചൊരു വിവരമായിരുന്നു. അതായത് ഇവ രണ്ടുപേരും വിവാഹമോചനത്തിന് ശ്രമിക്കുകയായിരുന്നു. ഇതെല്ലാം നടക്കുന്നതിനിടെ തന്നെ സ്റ്റേഷനിലുണ്ടായിരുന്ന ബാലകൃഷ്ണൻ പോലീസിനോട് കുറ്റമെല്ലാം സമ്മതിച്ചു. ഭാര്യയെ താനാണ് കൊലപ്പെടുത്തിയതെന്ന് അദ്ദേഹം ഏറ്റു പറഞ്ഞു. മൃതദേഹത്തിന്റെ മറ്റു ഭാഗങ്ങൾ എവിടെയാണ് ഉപേക്ഷിച്ചതെന്നും പോലീസിനോട് പറഞ്ഞു. ചില ശരീരഭാഗങ്ങൾ എവിടെയാണെന്ന് അയാൾ പോലീസിന് കാണിച്ചും കൊടുത്തു. എന്നാൽ ചില ഭാഗങ്ങൾ അപ്പോഴും കണ്ടെത്താനായിട്ടില്ല. പോലീസ് വ്യാപകമായി തിരച്ചിൽ നടത്തിയെങ്കിലും അതൊന്നും ലഭിച്ചില്ല. തുടർന്ന് പോലീസ് ഇവരുടെ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം ആരംഭിച്ചു. തുടക്കത്തിൽ ഇവർ വളരെ സന്തോഷകരമായി ജീവിച്ചിരുന്ന കപ്പിൾസ് ആയിരുന്നു. വിവാഹ സമയത്ത് ബാലകൃഷ്ണൻ ഒരു രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നു. പിന്നീട് അദ്ദേഹം രാഷ്ട്രീയം വിട്ട് സിനിമാ രംഗത്തേക്ക് മാറി. അതേസമയം സന്ധ്യയ്ക്ക് രാഷ്ട്രീയത്തോട് കൂടുതൽ താല്പര്യം തോന്നി തുടങ്ങി. അവൾ ഒരു തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയും ചെയ്തു. ആ സമയത്ത് അവൾക്ക് ഒരുപാട് കോണ്ടാക്ട്സ് ലഭിച്ചു. അവളുടെ നമ്പറിലേക്ക് ധാരാളം ഫോൺ കോളുകൾ വന്നു. സന്ധ്യ നിരവധി സുഹൃത്തുക്കളെ ഉണ്ടാക്കി. പല ആളുകളുമായും ഇടപഴകി സമയം ചിലവഴിക്കാൻ തുടങ്ങി. ഇതെല്ലാം ബാലകൃഷ്ണൻ ഒട്ടും ഇഷ്ടമായിരുന്നില്ല. ഇതുമൂലം ഇവർ തമ്മിൽ സ്ഥിരമായ വഴക്കുകൾ ഉണ്ടാകാൻ തുടങ്ങി. സന്ധ്യയുടെ സൗന്ദര്യം കാരണം പലരും അവളെ സമീപിച്ചുവെന്നും അത്തരം ആളുകളെ ഇനി കാണരുത് എന്നും സംസാരിക്കരുത് എന്നും ബാലകൃഷ്ണൻ അവളോട് പറയുമായിരുന്നു. ഇതിന്റെ ഭാഗമായി ആരൊക്കെ വീട്ടിൽ വരുന്നു പോകുന്നു,
സന്ധ്യ എവിടേക്കാണ് പോകുന്നത്, എവിടെ നിന്ന് വരുന്നു, ഇതെല്ലാം നിരീക്ഷിക്കാൻ വീടിന് പുറത്തൊരു ക്യാമറ അദ്ദേഹം സ്ഥാപിച്ചു. ഇത് സന്ധ്യ അറിഞ്ഞപ്പോൾ ശക്തമായി എതിർത്തു. തന്നെ വിശ്വസിക്കുന്നില്ല എന്നവൾ ആരോപിച്ചു. ഇതോടെ വഴക്കുകൾ കൂടുതൽ രൂക്ഷമായി. കാലക്രമേണ അവരുടെ ആ ബന്ധം തന്നെ വഷളായി. ബാലകൃഷ്ണൻ നിർമ്മിച്ച സിനിമ പരാജയപ്പെട്ടതിന് ശേഷം വഴക്കുകൾ കുറയാതെ മറിച്ച് കൂടിക്കൊണ്ടിരുന്നു. പിന്നീട് ബാലകൃഷ്ണൻ സന്ധ്യയെ ശാരീരികമായി ഉപദ്രവിക്കാൻ പോലും തുടങ്ങി. ഇതിനെ തുടർന്ന് സന്ധ്യ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പരാതി നൽകി. കോടതിയിൽ വിവാഹമോചന കേസ് ഫയൽ ചെയ്തു. നിരവധി തവണ അവൾ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തി പരാതികൾ രജിസ്റ്റർ ചെയ്തിരുന്നു. തുടർന്ന് പോലീസ് ഇവരുടെ വീട്ടിലേക്ക് എത്തുകയും കുട്ടികളെക്കുറിച്ച് ചിന്തിക്കണം, ഇത്തരത്തിലുള്ള തർക്കങ്ങൾ കുട്ടികളുടെ ജീവിതത്തെ ബാധിക്കുമെന്നും പറഞ്ഞ് ഇരുവരെയും അനുനയിപ്പിക്കാൻ ശ്രമിച്ചു. എങ്കിലും വഴക്കുകൾ അവസാനിച്ചില്ല. ഇതിനിടെ ബാലകൃഷ്ണ ചെന്നൈയിലേക്ക് പോയി അസിസ്റ്റന്റ് ഡയറക്ടറായി ജോലി ചെയ്യാൻ തുടങ്ങി. പിന്നീട് സന്ധ്യയ്ക്കും സിനിമാ മേഖലയിൽ താല്പര്യം തോന്നി. അവൾ നായികയായി അഭിനയിക്കണമെന്നൊരാഗ്രഹം പ്രകടിപ്പിച്ചു. സത്യത്തിൽ ഈ സിനിമാ രംഗത്ത് പുതുതായി വരുന്നവരെ ചിലർ എങ്ങനെ ചൂഷണം ചെയ്യുന്നു, എങ്ങനെ ശാരീരികമായി ഉപദ്രവിക്കുന്നു, കോംപ്രമൈസ് ചെയ്യാൻ സമ്മർദ്ദം ചെലുത്തുന്നു, ഇതൊക്കെ ബാലകൃഷ്ണൻ അറിയാമായിരുന്നു. സന്ധ്യയ്ക്കും ഇതുപോലുള്ള അനുഭവങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ടാകും എന്ന് അദ്ദേഹം കരുതി. ഇത് അദ്ദേഹത്തെ കൂടുതൽ എതിർക്കാൻ പ്രേരിപ്പിച്ചു. സന്ധ്യ ഇനി സിനിമയിൽ അഭിനയിക്കരുത് എന്നും അത്തരം ജോലികളൊന്നും ചെയ്യരുത് എന്നും അദ്ദേഹം കടുത്ത നിലപാട് സ്വീകരിച്ചു. എന്നാൽ സന്ധ്യ തനിക്ക് നല്ല അവസരങ്ങൾ ലഭിക്കുന്നുണ്ടെന്നും സിനിമകളിലും സീരിയലുകളിലും റോളുകൾ ലഭിക്കുന്നുണ്ടെന്നും അതിനാൽ ഇതിൽ നിന്നും വിട്ടുനിൽക്കേണ്ട ഒരു കാരണവും ഇല്ല എന്നും ഉറച്ച നിലപാട് സ്വീകരിച്ചു. ഇത് വീണ്ടും വഴക്കുകൾക്ക് കാരണമായി. ഒടുവിൽ സന്ധ്യ മാതാപിതാക്കളുടെ വീട്ടിലേക്ക് താമസിക്കാൻ പോയി. ആ സമയത്ത് സന്ധ്യയ്ക്ക് 36 വയസ്സായിരുന്നു. ബാലകൃഷ്ണയ്ക്ക് 51 വയസ്സ്. ഇപ്പോൾ ബാലകൃഷ്ണനൊരു തോന്നലുണ്ടായി, താൻ സന്ധ്യയേക്കാൾ വളരെ മുതിർന്നവനാണ്. സന്ധ്യയ്ക്ക് തന്നോടുള്ളൊരു താല്പര്യം ക്രമേണ കുറഞ്ഞു വരികയാണ്. പ്രത്യേകിച്ച് അവൾ സ്വതന്ത്രമായി പുറത്തേക്ക് പോകുന്നതും പലരുമായി ഇടപഴകുന്നതും കാണുമ്പോൾ ഈ സംശയം അദ്ദേഹത്തിൽ കൂടുതൽ ശക്തമായി. സന്ധ്യ വീട്ടിൽ നിന്നും പോയതിനു ശേഷം അവരുടെ ബന്ധം പൂർണ്ണമായും തകരാറിലായിക്കൊണ്ടിരിക്കുകയാണെന്നും ബാലകൃഷ്ണന് മനസ്സിലായി. അതിനാൽ സന്ധ്യയോട് സംസാരിക്കണമെന്ന് അദ്ദേഹം തീരുമാനിച്ചു. അങ്ങനെ സന്ധ്യ വിളിച്ചു പറഞ്ഞു, നീ ചെന്നൈയിലേക്ക് എൻ്റെ അടുത്ത് വാ, നിനക്കായി ഞാൻ എല്ലാം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഭർത്താവ് ഇപ്പോൾ വളരെ സ്നേഹത്തോടെ സംസാരിക്കുന്നു എന്ന് സന്ധ്യയ്ക്ക് തോന്നി. മുമ്പത്തെ പോലെ സന്തോഷകരമായി ഒരുമിച്ച് ജീവിക്കാമല്ലോ എന്നൊരു ചിന്ത അവളെ സന്തോഷിപ്പിച്ചു. വീണ്ടും ബന്ധം ശരിയാകും എന്ന പ്രതീക്ഷയിൽ അവൾ ഭർത്താവിനൊപ്പം ചെന്നൈയിലേക്ക് പോയി. ബാലകൃഷ്ണൻ സന്ധ്യയെ തന്റെ വീട്ടുടമയ്ക്ക് പരിചയപ്പെടുത്തി കൊടുത്തി. ഇപ്പൊ വീട്ടുടമ സന്ധ്യയോട് പറഞ്ഞു, വിവാഹമോചനത്തെക്കുറിച്ച് ഒന്നും ചിന്തിക്കരുത്, ഒരുമിച്ച് സന്തോഷത്തോടു കൂടി ജീവിക്കണം, പ്രശ്നമുണ്ടെങ്കിൽ കൗൺസിലിംഗ് സ്വീകരിക്കാം, അങ്ങനെ ആയാൽ ബന്ധം മെച്ചപ്പെടുമെന്നൊക്കെ പറഞ്ഞു. എന്നാൽ സന്ധ്യ ബാലകൃഷ്ണനോടൊപ്പം താമസിക്കുമ്പോൾ ജനുവരി മാസം 17-ന് ഇരുവരും തമ്മിൽ വലിയ വഴക്കുണ്ടായി. ബാലകൃഷ്ണൻ സന്ധ്യയ്ക്ക് മറ്റാരോ ആയി ഒരു ബന്ധമുണ്ട് എന്ന് ആരോപിച്ചു. ഈ വഴക്കിങ്ങനെ നീണ്ടുപോയി. തുടർന്ന് ജനുവരി മാസം 19-ന് മറ്റൊരു ഗുരുതരമായ വഴക്ക് നടന്നു. ഈ വഴക്കിന് ശേഷം സന്ധ്യ ഒരു തീരുമാനമെടുത്തു. ഇനി ബാലകൃഷ്ണനോടൊപ്പം ജീവിക്കില്ല, അദ്ദേഹത്തിന്റെ വാക്കുകളും കേൾക്കില്ല, വിവാഹമോചനം നേടാൻ തീരുമാനിച്ചു. അങ്ങനെ അവൾ തന്റെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് സ്വന്തം വീട്ടിലേക്ക് പോകാൻ തയ്യാറായി. അങ്ങനെ അവൾ പോകാൻ തയ്യാറെടുക്കുമ്പോൾ ബാലകൃഷ്ണൻ കൈ ഉയർത്തി അവളെ ശക്തമായി അടിച്ചു. തുടർന്ന് കഴുത്ത് ഞെരിച്ചവളെ കൊന്നു. അടുത്ത ദിവസം രാവിലെ ബാലകൃഷ്ണൻ ഒരു വലിയ കത്തി വാങ്ങി സന്ധ്യയുടെ മൃതദേഹം ഭാഗങ്ങളാക്കി മുറിച്ചു. പിന്നീട് ആ ശരീരഭാഗങ്ങൾ വിവിധ സ്ഥലങ്ങളിൽ ഉപേക്ഷിച്ചു. പോലീസിന്റെ അന്വേഷണത്തിൽ ഈ മുഴുവൻ സംഭവം പുറത്തു വന്നു. സന്ധ്യയുടെ കുടുംബം പറഞ്ഞത് ബാലകൃഷ്ണന്റെ കുടുംബത്തിനും ഇതിൽ പങ്കുണ്ടെന്ന് ആരോപിച്ചെങ്കിലും അതിനെക്കുറിച്ച് വിവരങ്ങളൊന്നും ലഭിച്ചില്ല. തെളിവുകളെല്ലാം ശേഖരിച്ച് ബാലകൃഷ്ണനെ കോടതിയിൽ ഹാജരാക്കി. എന്നാൽ 2020 ഫെബ്രുവരി മാസം 28-ന് ബാലകൃഷ്ണൻ ജയിൽ വിട്ട് പുറത്തിറങ്ങി. ഇത് സന്ധ്യയുടെ കുടുംബത്തിന് കടുത്ത രോക്ഷത്തിന് കാരണമായി. ചോദ്യം ഉയർത്തി, അയാൾ എന്തിനാണ് വെറുതെ വിട്ടത് എന്ന്. പോലീസ് സമ്പൂർണ്ണമായി ഈ കേസ് ചാർട്ട് തയ്യാറാക്കിയെങ്കിലും അത് കോടതിയിൽ സമർപ്പിക്കാൻ അവർക്ക് 90 ദിവസത്തെ സമയപരിധി ഉണ്ടായിരുന്നു. എന്നാൽ സന്ധ്യയുടെ ശരീരഭാഗങ്ങൾ മുഴുവനായും കണ്ടെത്താനായില്ല. ചില ഭാഗങ്ങൾ മാത്രമാണ് ലഭിച്ചത്. അവളുടെ തല, മുഖമൊന്നും കണ്ടെത്താനായില്ല. അതിനാൽ കോടതിയിൽ ഈ മൃതദേഹം പൂർണ്ണമായും സന്ധ്യയുടേതാണ് എന്ന് സംശയാതീതമായി തെളിയിക്കാൻ സാധിച്ചില്ല. ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങൾ തിരിച്ചറിഞ്ഞിരുന്നുവെങ്കിലും തലയും മുഖവും ഇല്ലാത്തതിനാൽ ഈ തിരിച്ചറിയൽ അപൂർണമായി. ഇക്കാരണത്താൽ കോടതി ബാലകൃഷ്ണന് ജാമ്യം അനുവദിക്കുകയും ജയിലിൽ നിന്നും വിട്ടയക്കുകയും ചെയ്തു. ഇന്നും സന്ധ്യയുടെ ചില ശരീരഭാഗങ്ങൾ കണ്ടെത്താനായിട്ടില്ല. ഈ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് വിശ്വാസവും പരസ്പര ബഹുമാനവും ഇല്ലാത്തൊരു ബന്ധം അത് എത്ര അപകടകരമായി മാറുമെന്നതാണ്. ഈ സ്നേഹം സംശയമായി മാറുമ്പോഴും നിയന്ത്രണം പരിചരണമായി തെറ്റിദ്ധരിക്കപ്പെടുമ്പോഴും ബന്ധങ്ങൾ പതിയെ പതിയെ വിഷമാകുന്നു. ഒരാളിൽ ഉണ്ടാകുന്ന അസൂയയും അധികാരബോധവും ഒരിക്കലും സ്നേഹമല്ല,
അത് മറ്റൊരാളുടെ സ്വാതന്ത്ര്യം നശിപ്പിക്കുന്ന ഒരു അപകടകരമായ മനോഭാവമാണ്. ഈ ബന്ധങ്ങൾക്കിടയിൽ വരുന്ന ഗാർഹിക പീഡനം അതൊരിക്കലും ന്യായീകരിക്കാനാകുന്നതല്ല. ഒരു വ്യക്തിപരമായ പ്രശ്നമല്ല, അത് ഗുരുതരമായ കുറ്റകൃത്യമാണ്. സന്ധ്യയെപ്പോലുള്ള സ്ത്രീകൾക്ക്, സ്വപ്നങ്ങളുള്ള സ്ത്രീകൾക്ക് പിന്തുണ വേണം, തടസ്സങ്ങളല്ല. ഒരാളുടെ വളർച്ചയെ ഭയപ്പെടുന്ന ബന്ധം ആരോഗ്യകരമേ അല്ല. പ്രശ്നങ്ങളെല്ലാം ഉണ്ടായി, പക്ഷെ അപ്പോഴും മൗനം പാലിച്ചുകൊണ്ടിരുന്നാൽ, സമയം കഴിഞ്ഞിട്ട് മൗനം പാലിക്കുന്നത് സത്യം മറച്ചു വെക്കുന്നതിന് തുല്യമാണ്. പക്ഷേ ഏതെങ്കിലും ഒരു ദിവസം സത്യം പുറത്തു വരും. സമൂഹവും നിയമവും സ്ത്രീകളുടെ സുരക്ഷയെ ഗൗരവത്തോടെ കാണണം. കാരണം അർത്ഥസത്യം പോലും ഒരു കുറ്റവാളിക്ക് സ്വാതന്ത്ര്യം നൽകാൻ കാരണമാകും. ബന്ധങ്ങളിൽ പ്രശ്നമുണ്ടെങ്കിൽ സംഭാഷണവും കൗൺസിലിംഗ് ഒക്കെയാണ് വഴി, ഒരിക്കലും അക്രമമല്ല. സ്വാതന്ത്ര്യവും ആത്മാഭിമാനവും സംരക്ഷിക്കപ്പെടാത്ത ബന്ധങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നത് ദൗർബല്യമല്ല, അതൊരു ധൈര്യമാണ്. ഈ ഒരു കഥ നമ്മോട് ഒരേ ഒരു കാര്യം ശക്തമായി പറയുന്നുണ്ട്: സ്നേഹമില്ലാത്ത ബന്ധത്തിൽ തുടരുന്നതിനേക്കാൾ ജീവൻ സംരക്ഷിക്കുന്നതാണ് പ്രധാനം. ഈ ഒരു കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റിൽ പറയുക. ഇതുവരെയും ഒരു ലൈക്ക് പോലും ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഇപ്പം തന്നെ ഒരു ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ നൽകുന്ന ലൈക്കും കമൻസും സബ്സ്ക്രിപ്ഷനുമായിരിക്കും ഈ വീഡിയോ മറ്റൊരുപാട് പേരിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്നത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.